നമഃശിവായ. ശിവമാർഗം. കൊടുങ്ങല്ലൂർ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ഐതിഹ്യപ്രസിദ്ധവുമായ ഒരു പുണ്യസങ്കേതമുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ അമ്മയുടെ പേരിലാണ് ക്ഷേത്രം ഇന്ന് ലോകപ്രസിദ്ധമെങ്കിലും ഇവിടുത്തെ ക്ഷേത്രനാഥൻ സാക്ഷാൽ പരമശിവനാണ്. ഇതിന് തെളിവാണ് 108 ശിവാലയ സ്തോത്രത്തിൽ ഈ ദേവന് ലഭിച്ച അംഗീകാരം. എന്നാൽ 108 ദുർഗാലയ സ്തോത്രത്തിൽ കൊടുങ്ങല്ലൂർ കാണുന്നുമില്ല. ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണെന്നുമൊക്കെ ഭിന്നാഭിപ്രായമുണ്ട്. ക്ഷേത്ര നിർമ്മാണ ശൈലി കാണുമ്പോൾ ശിവക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം നൽകിയതായി കാണുന്നു. ശിവന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടതാണ് മണ്ഡപത്തിന്റെ നിർമ്മാണ രീതി. തിടപ്പള്ളി, വലിയ ബലിക്കല്ല്, നാലമ്പലം മുതലായവയും അങ്ങനെ തന്നെ. ശിവന്റെ ദർശനം കിഴക്കോട്ടാണ്. ശ്രീകോവിൽ വലുതും 2 നിലയിൽ ഉള്ളതുമാണ്. എന്നാൽ നന്ദിയുടെ പ്രതിഷ്ഠ മാത്രം ഇവിടെ കാണുന്നില്ല. ശ്രീകോവിലിന്റെ പടിഞ്ഞാട്ടുള്ള വാതിൽ തുറക്കാറില്ല. ശിവന് പ്രത്യേക ഉത്സവങ്ങളും ധ്വജവുമില്ല. ശിവന്റെ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായാണ് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി. മുഖമണ്ഡപത്തിൽ നവഗ്രഹങ്ങളും രാമായണം, മഹാഭാരതം കഥകൾ കൊത്തിയിട്ടുമുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതി ഭദ്രകാളിയായിട്ടാണ് സങ്കല്പം. ദേവി വിഗ്രഹത്തിന് 6 അടിയോളം ഉയരമുണ്ട്. രൗദ്രഭാവത്തിലുള്ള ദാരു വിഗ്രഹം. വടക്കോട്ടാണ് ദർശനം. 8 കൈകളോടെ ദാരിക വധത്തിന് ശേഷം ദർശനം നൽകിയ ഭാവത്തിൽ ദേവി വിരാജിക്കുന്നു. അടികൾ എന്ന് പറയപ്പെടുന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പാരമ്പര്യ പൂജാരികൾ. ശാക്തേയ കൗളമാർഗത്തിലുള്ള പ്രത്യേക പൂജകളാണ് ഇവിടെ നടക്കുന്നത്. രോഗദുരിതങ്ങൾ അകറ്റാനും കടുത്ത ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിക്കുന്നത് ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പള്ളിവാളും ചിലമ്പും പൂജിക്കുന്ന പള്ളിമാടം ഈ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകതയാണ്. കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെയും മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒന്നാണ് മീനമാസത്തിൽ ഭരണി മഹോത്സവം. ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഉത്സവത്തിൽ ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ദേവിയുടെ കോപമടക്കാൻ ഭക്തർ കോമരങ്ങളായി വേഷം കെട്ടുന്നു. അടികൾ നടത്തുന്ന രഹസ്യ പൂജയായ തൃച്ചന്ദന ചാത്തിന് ശേഷം കാവു തീണ്ടൽ നടക്കുന്നു. ചുവന്ന പട്ടുടുത്ത് വാളും ചിലമ്പും ഏന്തിയ ആയിരക്കണക്കിന് കോമരങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റുമൂടി തങ്ങളുടെ ഭക്തി പ്രകടമാക്കുന്നു. മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുന്നതും കോഴിബലിയുടെ പ്രതീകമായി കോഴിക്കല്ല് ചുവന്ന പട്ടുകൊണ്ട് മൂടുന്നതും ഈ ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ്.
മകരമാസത്തിലെ താലപ്പൊലി, മീനഭരണി, നവരാത്രി തുടങ്ങിയ ആഘോഷങ്ങൾ ഒട്ടേറെയുണ്ടെങ്കിലും സാധാരണ ദിവസങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നത്. 1892 സ്വാമി വിവേകാനന്ദൻ പോലും സന്ദർശിച്ച ഈ പുണ്യഭൂമി ഭക്തിയുടെയും ചരിത്രത്തിന്റെയും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇന്നും തലമുറകൾക്ക് അഭയമേകുന്നു. ഒട്ടേറെ ബൗദ്ധ ജൈന ചരിത്രമുദ്രകൾ ഒത്തുചേരുന്ന ഈ ക്ഷേത്രം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ഉത്തമ ഉദാഹരണമാണ്. ശരണമന്ത്രങ്ങളുടെ മുഴക്കത്തിൽ മനം നിറയെ അമ്മയെ കണ്ടു തൊഴുവാൻ നമുക്കും ഒരിക്കൽ കൂടി ആ നടയിലെത്താം. ശംഭോ മഹാദേവ.